السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ സ്വീകരിക്കുവാൻ തടസ്സമായി തീരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹുദൂറുൽ ഖൽബി ഫി ദുആ. ദുആ ചെയ്യുന്ന സമയത്ത് ഹൃദയം പൂർണ്ണമായും മനസ്സാന്നിധ്യത്തോടു കൂടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ ശ്രദ്ധ റോഡിൽ കൂടെ പോണ വണ്ടിയും നടന്നു വരുന്ന ആളും തൊട്ടടുത്ത് ഇരിക്കുന്ന നിസ്കാരവും ചുമരും കൂടെ പോണ പല്ലിയും ഉറുമ്പും പഴുതാരയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ നിസ്കാരത്തിൻ്റെയും ദുആയ്ക്കുള്ള മർമ്മം അത്രയേ ഉള്ളൂ ഉണ്ടാവുക. ഹദീസിൽ കാണാൻ പറ്റും, ലാ യുഖ്ബലു ദുആഉ ബിഖൽബില്ലാഹ്. അശ്രദ്ധമായ മനസ്സിന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പൊ അതിന് പരിഹാര മാർഗമായിട്ട് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശ്രദ്ധ അവനവന്റെ തെറ്റിച്ചു കളയുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും മാറി നിന്ന് ഒഴിഞ്ഞു നിന്ന് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ സൂറത്ത് ദാരിയാത്തിലെ 18-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ സുഹൂറിന്റെ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആൾക്കാരാണ്. സുഹൂർ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ 1/3 അവശേഷിക്കുന്ന സമയം. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയാണ്, ഖീൽ യാ റസൂലല്ലാഹ് അയ്യു ദുആഇ അസ്മഉ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ദുആ ഏത് സമയത്താണ്? നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, ആ സമയം എന്ന് പറഞ്ഞാൽ, മുഹൂർത്തം എന്ന് പറഞ്ഞാൽ മോന്റെ നിക്കാഹിന്റെ സമയം എപ്പോഴാണ് വേണ്ടത്, വീട് കയറുന്ന സമയം എപ്പോഴാണ്, ഒരു കച്ചവടം തുടങ്ങുക എപ്പോഴാണ് നമ്മൾ നാട മുറിക്കേണ്ടത്, തറക്കല്ലിടുകയാണ് എപ്പോഴാണ് കുറ്റിയടിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ തെരഞ്ഞു നടക്കും. നമ്മളെന്നല്ല, പല ആളുകളും പലപ്പോഴും നടന്ന് തെരഞ്ഞ് ആ സമയമോ മുഹൂർത്തമൊക്കെ കണ്ടുപിടിച്ച് ആ സമയത്ത് മാത്രമാണ് ചെയ്യാം. നിക്കാഹോ ഏറ്റവും വലിയ മുഹൂർത്തം വേണ്ടാനിരിക്കുക, എല്ലാവരും പോയി ചെമ്പ് കഴുകി അവസാനം പുതിയാപ്പള എന്ന കോലത്തിൽ. ഞാൻ പറഞ്ഞു വന്നത്, ദുആ സ്വീകരിക്കുന്ന മുഹൂർത്ത സമയം എപ്പോഴാണ് അത് അറിഞ്ഞു വെച്ച് ആ സമയത്ത് ദുആ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ ഏറ്റവും ഉള്ളിലാണ്, മധ്യഭാഗത്താണ്, ആരുമില്ല, ഒഴിഞ്ഞിരിക്കുകയാണ്, വെളിച്ചമില്ല. കാരണം നൂറുൻ അലന്നൂർ, വെളിച്ചങ്ങളുടെ മുകളിൽ വെളിച്ചം പരത്തുന്ന റബ്ബിന്റെ മുൻപിലാണ് ഞാനിരിക്കുന്നത്. അപ്പൊ എനിക്കിനി വെളിച്ചത്തിന്റെ ആവശ്യമില്ല, മറ്റു ബാഹ്യമായ ഇടപെടലിന്റെ ആവശ്യമില്ല, അശ്രദ്ധ തെറ്റിച്ചു കളയുന്ന ഒന്നിന്റെയും ആവശ്യമില്ല. അങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സദ്വൃത്തരായ ആളുകളുടെ സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്ന മധ്യേ പ്രവാചകന്മാരുടെ ശീലം എങ്ങനെയാണ് എന്ന് 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 90-ാമത്തെ ആയത്തിലൂടെ അങ്ങനെ പറഞ്ഞു പോകുന്നത് നമുക്ക് ഊതിയാൽ കാണാൻ പറ്റും. ഇന്നഹും യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ വേഗത കാണിക്കുന്ന, മുൻകടക്കുന്ന ആളുകളാണ്. ഏതൊരു നന്മ ഉണ്ടോ അതിന്റെ മുമ്പിൽ അയാളുണ്ടാവും. വയദ്ഉനന, നമ്മളോട് ദുആ ചെയ്യും, റഗബൻ, ആശയോടുകൂടി, വറഹബൻ, പേടിച്ചിട്ടും. അങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, അള്ളാഹുവിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടും അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ടില്ലേ പിന്നെ ആരിൽ നിന്ന് കിട്ടുക എന്ന് പേടിച്ചിട്ടും. വകാനു ലനാ ഖാശിഈൻ, അവർ നമ്മോട് ഖുശൂഉള്ള, വിനയമുള്ള ആളുകളായിരുന്നു. ആ ഖുശൂഉം ഖുളൂറുൽ ഖൽബും ഒന്നിച്ചു ചേരുന്ന ദുആയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാനും ഉത്തരം ചെയ്യാനും ഏറ്റവും നല്ല സന്ദർഭമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സമയവും സന്ദർഭവും ഒക്കെ ഒപ്പിച്ചെടുത്ത് അതിനുവേണ്ടി നമ്മൾ മെനക്കെടണം. അങ്ങനെ സമയം അവസരം ഉണ്ടാക്കാൻ, മറ്റു പലതിനും അവസരം ഉണ്ടാക്കുന്നത് പോലെ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന സമയം
നമ്മൾ മെനക്കെട്ടിരുന്ന് കണ്ടെത്തി അതിനുവേണ്ടി ഒഴിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകിയിട്ടുണ്ട്. പല ആളുകൾക്കും അത് നിലനിർത്തുവാനും അല്ലാത്തവർക്ക് ആ സമയം കണ്ടെത്താനും അതുവഴി അള്ളാഹുവിന്റെ ഇജാബത്ത് നേടിയെടുക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി എല്ലാ വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും പാപങ്ങളിൽ അറിഞ്ഞതും അറിയാത്തതും ചെറുതും വലുതുമായതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അല്ലാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. പരസഹായം കൂടാതെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വേദനയും വെപ്രാളവും ബേജാറും മാറ്റിവെച്ച് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മനസ്സറിഞ്ഞു പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും ഉൾപ്പെടുന്ന ജന്നാത്തുൽ നഈമിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.